അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും അങ്ങനെ സുഖമായിട്ടിരിക്കുന്നല്ലോ. ബിഗ് ബോസ് സീസൺ 7 കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇന്നലെ രാത്രി നടന്ന ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് വൻ വിവാദമാണ്. ഏത് ടാസ്ക് നടന്നാലും ഒരു സംഭവം കൃത്യമാണ്. അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ആരും കള്ളത്തരം കാണിക്കുന്നു. കള്ളത്തരത്തിലൂടെയാണ് ആരും ജയിക്കുന്നത്. അത് നമ്മൾ മിക്കവാറും എല്ലാ ടാസ്കിലും കണ്ടിട്ടുണ്ട്. ഇവിടെയും ആരും ജയിച്ചത് ഒരു കള്ളത്തരത്തിലൂടെയാണ് എന്ന് ഫാമോനും നോറയുമാണ് ഇത് പറയുന്നത്. എന്നാലും ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് അനീഷും അനുമോളും ഒക്കെയാണ്. അതുകൊണ്ട് അനീഷും അനുമോളും ആയതുകൊണ്ട് അത്രയും കൊണ്ട് വിശ്വസിക്കേണ്ട എന്നുള്ള കാഴ്ചപ്പാടുകാരായിരുന്നു അവിടുത്തെ മത്സരാർത്ഥികൾ ചിലരെങ്കിലും ഇപ്പം നൂറയും അതുപോലെ ഫാബുമോനും ഒക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, ആര്യൻ ടാസ്കൊക്കെ ജയിക്കുന്നത് കള്ളത്തരത്തിലൂടെയാണ് എന്ന്. അതിന് പറയാനുള്ള ഒരു കാരണം, ഇന്നലെ ആ ടാസ്കിൽ പുറമോട്ട് കൈ പിടിച്ചുകൊണ്ട് ഒരേപോലെ നിൽക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക്. കാലും അനക്കാൻ പാടില്ല, കൈയും അനക്കാൻ പാടില്ല, അതുപോലെ ശരീരം അനക്കാൻ പാടില്ല, മുട്ടുമണങ്ങാതെ കറക്റ്റായിട്ട് നിൽക്കണമെന്നായിരുന്നു ടാസ്ക്. പല സന്ദർഭങ്ങളിലും പലരും അതൊക്കെ തെറ്റിക്കുന്നത് കണ്ടു. പലരും കാലും മടക്കുന്നു, കൈയും മടക്കുന്നു ഒക്കെ കണ്ടു. പക്ഷേ നെവിനെ സംബന്ധിച്ച് നെവിൻ ടാസ്കിൽ നിന്ന് പിന്മാറിയതിന് ശേഷം നോക്കിയപ്പോൾ അനുമോൾ അവിടെ നിൽക്കുന്നു. അനുമോൾ അവിടെ നിൽക്കുന്നത് കണ്ടപ്പം നെവിന് ഒട്ടും സഹിച്ചില്ല. ഞാൻ ഔട്ടായപ്പോഴും അവളെന്തിന് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ നന്നായിട്ടല്ല നിൽക്കുന്നത്, അനുമോൾ നേരെ നിൽക്കണം, അനുമോൾ ആവില്ലെങ്കിൽ ഔട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഘോര സംസാരിക്കുന്നത് കണ്ടു. അതിനിടയ്ക്ക് ഷാനവാസ് അവിടെ ഇരുന്ന് പറയുന്നത് കേട്ടു, ആര്യൻ ആദ്യം മുതലേ ഇങ്ങനെ തന്നെയാണ്, എന്നിട്ട് നീ എന്തുകൊണ്ട് കണ്ടില്ല, ആരും കയ്യും അനക്കുന്നുണ്ട്, കാലും അനക്കുന്നുണ്ട്, ആദ്യം മുതലേ ഇങ്ങനെ തന്നെയാണ് അവൻ നിൽക്കുന്നത്, അപ്പം കാണേണ്ടവരുടെ കാര്യം മാത്രമേ നീ കാണത്തുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കൃത്യമായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ടാസ്ക് തുടങ്ങി ഏകദേശം ഒത്തിരി സമയം ഇവർ നിന്നു കേട്ടോ. ടാസ്ക് തുടങ്ങി ആദ്യം മുതൽ തന്നെ ആര്യൻ്റെ കൈയും കാലും ഒക്കെ അനങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. ആരും പലപ്പോഴും കാലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും, കാല് മാറ്റരുതെന്നുണ്ട്, പക്ഷേ അത് കാലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിക്കൊണ്ടിരുന്നു. കാരണം ഇതിൽ ആന നടക്കത്തില്ലേ, ഒരു കാലം അങ്ങോട്ട് പോയി ഒരു കാലം ഇങ്ങോട്ട് വന്നു, ഒരു കാലം അങ്ങോട്ട് പോയി, അതേ രീതി ചരിഞ്ഞും ചാടിയൊക്കെയാണ്. തല ഇങ്ങനെ കുമ്പിട്ടിരിക്കുന്നു, എന്ത് വേണ്ട എല്ലാ പരിപാടികളും ആര്യനവിടെ കാണിച്ചു. ഇതൊന്നും ബിഗ് ബോസ് കണ്ടില്ല. കാണാനായിട്ട് ഓരോ മത്സരാർത്ഥികളായിട്ട് പുറത്ത് പോയിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ മഴ പെയ്തപ്പം ബിഗ് ബോസ് പറഞ്ഞു, ഇത് എല്ലാവരും മൈക്ക് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും മൈക്ക് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് കൈ എടുക്കണം, എടുത്താണ്ട് ആണ് മൈക്ക് ഇടുകയും മാറ്റുകയൊക്കെ ചെയ്യുന്നത്. ഇതിൽ ആ സമയത്ത് നമ്മുടെ മൈക്ക് മഴ മാറിയതിന് ശേഷം മൈക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി വന്നു. ആ സമയത്ത് നമ്മൾ ആര്യനും നോറയും അതുപോലെ ഫാബുമോനുമാണ് അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ടൈറ്റ് മത്സരമാണ്. അനുമോൾ അപ്പോഴത്തേന് ഔട്ടായി. ലാസ്റ്റ് നിന്നത് ആര്യൻ, അനു, അതുപോലെ നൂറ, അതുപോലെ ഫാമോൻ, ഇവരെല്ലാവരും 4 പേരായിരുന്നു ലാസ്റ്റ് വരെ നിന്നത്. ഇതിനിടയ്ക്ക് അനുമോൾ ഔട്ടാവുന്നു. അതിനുശേഷം മഴ വരുന്നു, മൈക്കെല്ലാം മാറ്റുന്നു. അതിനുശേഷം മൈക്ക് ഇടാൻ വേണ്ടി അനുമോൾ വരികയാണ്. അപ്പോൾ ആര്യൻ്റെ അടുത്താണ് ആദ്യമേ ചെല്ലുന്നത്. അപ്പോൾ ആര്യൻ ഫോമായിട്ട് പറഞ്ഞു, ഫാബുവിൻ്റെയും അതുപോലെ നോറയുടെയും മൈക്ക് ഇട്ടിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ അങ്ങോട്ട് പോകുന്നു. ആദ്യമേ അനുമോൾ അടിച്ച് എന്ന് മൈക്കിടാൻ നേരത്ത് ഫാബു കൈ മാറ്റി കൊടുത്തു. അങ്ങനെ കൈയുടെ മുകളിൽ കൂടെ മൈക്കിട്ടു. അത് സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. അതിനിടയ്ക്ക് നൂറയ്ക്ക് മൈക്കിട്ട് കൊടുക്കുന്നു. ആര്യൻ്റെ അടുത്ത് എത്തിയില്ല, അതിനു മുമ്പ് തന്നെ ആര്യൻ കൈയൊക്കെ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നൂറയും ഫാമോനും പറയുന്നുണ്ട്, ഇത് ശരിയാവത്തില്ല, എന്താ നിങ്ങൾ കൈ വിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസ് അനങ്ങുന്നില്ല. അപ്പോൾ ആരും പറയുന്നത് എൻ്റെ മൈക്ക് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ കൈവിട്ടതെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പം നൂറയുടെ അടുത്ത് നിൽക്കുന്നതേ ഉള്ളൂ അനുമോൾ ഫ്രെയിമിലേ ഇല്ല. അതിനു മുമ്പ് തന്നെ ആര്യൻ കൈവിട്ടിരിക്കുക. അപ്പോൾ ആര്യൻ എന്തുമാകാം,
അതിനുശേഷം അനുമോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ നിൻ്റെ അടുത്ത് വന്നു പോലും ഇല്ലല്ലോ, അതിനു മുമ്പ് നീ കൈവിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. അത് തന്നെ ജെന്യൂൻ അല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതാരും സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറല്ല. അവസാനം അനുമോൾ ചെന്ന് കൈവിടുന്നു, മൈക്കിട്ട് കൊടുക്കുന്നു. ഏതായാലും അതിന് ശേഷമാണ് സാബുമോൻ തോൽക്കുന്നു, ആരും ജയിക്കുന്നു. അപ്പോൾ ഈ ടാസ്ക് മൊത്തം കണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ഇത് കൃത്യമായിട്ട് ബിഗ് ബോസ് പറഞ്ഞ നിയമം അനുസരിച്ച് കളിച്ച ഒരു മത്സരാർത്ഥിയാണ് സാബുമോൻ. വളരെയധികം എല്ലാവരും ഫൗൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ വളരെയധികം ഫൗൾ കുറച്ച് ചെയ്ത് വളരെ ജെന്യൂനായിട്ട് കളിച്ച ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് സാബുമോനാണ്. തലയൊക്കെ ഉയർത്തിപ്പിടിച്ചൊക്കെയാണ് സാബുമോൻ നിന്നത്. പക്ഷെ ആര്യം പലപ്പോഴും തലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വെട്ടിച്ചാണ് നടത്തിയത്. ഏതായാലും ഇന്ന് രാവിലെ തന്നെ ഇതിനെപ്പറ്റി നമ്മൾ നൂറയും പിന്നെ സാബുമോനും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ആരും നേരത്തെ തന്നെ ഔട്ടായതാണ്, ആരും കള്ളത്തരത്തിലൂടെയാണ് ഈ ടാസ്ക് ജയിച്ചത്. അപ്പോൾ അനുമോള് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം അവിടുത്തെ മത്സരാർത്ഥികൾക്കെല്ലാം ഏകദേശം മനസ്സിലായി വരുന്നുണ്ടെന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ അനുമോള് ഇത് കൃത്യമായിട്ട് ബിഗ് ബോസിൻ്റെ ചില കാര്യങ്ങൾ തുറന്നടിച്ച് പറയുന്നുണ്ട്. നെവിനെതിരെ ബിഗ് ബോസ് കാണിക്കുന്ന ചില ഫേവറിസ്റ്റ്, അത് നെവിനും അക്ബറിനും അനുകൂലമായിട്ട് ചിന്തിക്കുന്നു. നെവിൻ അതൊക്കെ എപ്പിസോഡിൽ നിന്ന് വെട്ടുമാറ്റി. ഏതായാലും ലൈവ് കണ്ടാൽ നമുക്കറിയാം. ഏതായാലും അതിനുശേഷം ബിഗ് ബോസിന് തന്നെ ഒരു സംശയമുണ്ടായി, ഞാനിനി നെവിന് അനുകൂലമായിട്ട് ചിന്തിക്കുന്നു എന്ന് വിചാരിച്ച് ഇനി ആരെങ്കിലും ചിന്തിച്ചാൽ എന്ത് പറയാൻ പറ്റും എന്ന് വിചാരിച്ചായിരിക്കാം നെവിൻ എൻ്റെ ഇടയ്ക്ക് രാവിലെ കിടന്ന് ഉറങ്ങിയാണ്. സാധാരണ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്താണ് നെവിൻ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓണം തന്നെ ചാടി എണിച്ച് അയ്യോ ബിഗ് ബോസ് ഞാൻ ആകെപ്പാട് ടെൻഷനിലായിരുന്നു എന്നൊക്കെ പറയും. പക്ഷേ ബിഗ് ബോസ് ഒന്നും മിണ്ടാറില്ല. ഇതാദ്യമേ തന്നെ പറയുകയാണ്, നെവിൻ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്, നിങ്ങളെന്താ തമാശയാണ് കളിക്കുന്നത്, നിങ്ങളെന്താ ഇതൊന്നും സീരിയസ് ആയിട്ട് കാണുന്നില്ലേ എന്ന് പറയുന്നത് നെവിനെ ചടപറാന്നങ്ങ് വഴക്ക് പറയും. അപ്പോഴേ നമുക്ക് മനസ്സിലായി അത് അനുമോള് പറഞ്ഞത് കൃത്യമായിട്ട് ബിഗ് ബോസിനെ കൊണ്ടിട്ടുണ്ട്. കാരണം അനുമോള് ഈ നോമിനേഷനിൽ ബിഗ് ബോസ് വളരെ തമാശയായിട്ടാണ് നെവിനെ കാണുന്നത്. നെവിൻ ചെയ്യുന്ന പല കാര്യങ്ങളും ബിഗ് ബോസ് കണ്ണടയ്ക്കുന്നു, ബിഗ് ബോസ് അതിനെ ചോദ്യം ചെയ്യുന്നില്ല എന്നൊക്കെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ബിഗ് ബോസിനെതിരെ കൊട്ടുകൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അടുത്ത നിമിഷമാണ് ബിഗ് ബോസിന് ബോധതയുണ്ടായത്. നെവിനെ വഴക്ക് പറയുന്നു, നെവിൻ ഇങ്ങനെ കാണിക്കരുതെന്ന് പറയുന്നു, നെവിനെല്ലാം തമാശയായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അനുമോള് പറഞ്ഞത് കൃത്യമായിട്ട് അന്നേരം ഉൾക്കൊള്ളാൻ ബിഗ് ബോസിനായി. ഏതായാലും വരും ദിവസങ്ങളിൽ ആരിനോടും അതുപോലെ അക്ബറിനോടും നെവിനോടും ഒക്കെ ബിഗ് ബോസിനൊരു ഒരു പ്രത്യേക സ്നേഹമുണ്ടോ എന്ന് അവിടുത്തെ മത്സരാർത്ഥികൾക്ക് പലർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ആരും ഇന്നലത്തെ ഗെയിം ജയിച്ചതും കള്ളത്തരത്തിലൂടെയാണ്. എനിക്ക് തോന്നുന്നു ആരും കളിച്ച ഗെയിമുകളിലെല്ലാം ഏതെങ്കിലും ഒരു കള്ളത്തരം ഒളിഞ്ഞു കിടപ്പുണ്ടാകും. അത് ആരും മികച്ച ഗെയിമറൊക്കെ തന്നെയാണ്. ടാസ്കൊക്കെ കളിക്കാൻ ആരിനെ വെല്ലാൻ വലിയ പാടാണ്. പക്ഷേ ഏതിനകത്തും ഒരു കള്ളത്തരം ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത് അനു മാത്രമല്ല, അനീഷ് മാത്രമല്ല. അനീഷ് പറയുന്നത് ഭൂലോക കള്ളൻ എന്നാണ് അനീഷ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളത്തരത്തിലൂടെ മാത്രം നീക്കുന്നവനാടാ നീ എന്നാണ് ആര്യനോട് അനീഷ് പറയുന്നത്. ഇപ്പം അനുമോളും അനീഷും നൂറയും ആദിലയും സാബുമോൻ വരെ പറയുന്നു എന്നുള്ളതാണ്. പക്ഷെ അവരുടെ ഗ്രൂപ്പ് പറയില്ലല്ലോ. കാരണം ആര്യൻ, അക്ബർ, നെവിൻ ഇവരുടെ ഗ്രൂപ്പാണല്ലോ അവിടെ പഠിക്കുന്നത്. ഏതായാലും ബിഗ് ബോസിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് നൂറയും സാബുമോനും ഒക്കെ. കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി. ഓക്കെ ബൈ.